ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയാണ്. അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയുമാണ്. സ്നേഹയോട് സ്നേഹത്തോടെ തന്നെ ധനുഷ് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഹരീഷ് സ്നേഹയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. കുറെ വട്ടം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനുഷിന് ദേഷ്യം വരികയാണ്. ഒന്നെങ്കിൽ താൻ ആ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ താൻ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. തുടർന്ന് സ്നേഹ ഫോൺ എടുത്തുകൊണ്ട് മാറി നിൽക്കുകയാണ്. എന്താ ഹരീഷ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വിളിച്ചെന്നെ ശല്യം ചെയ്യരുതെന്ന്. അത് പിന്നെ അനഘ, ഞാൻ ചുമ്മാ, താൻ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ താൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക, താനിപ്പോൾ ഫോൺ വെക്കാനായി സ്നേഹ പറയുന്നു. ഇത് കേൾക്കുന്ന ഹരീഷ് പറയുകയാണ്, ശരി ഞാൻ ഫോൺ വെക്കാം, പക്ഷെ താൻ എനിക്കൊരു ഗിഫ്റ്റ് തരണം, ഒരു കിസ്, അത് മാത്രം മതി. എന്റെ ഹരീഷെ, താനൊന്ന് പറയുന്ന മനസ്സിലാക്ക് എന്നൊക്കെ സ്നേഹ വീണ്ടും വീണ്ടും പറയുമ്പോൾ ധനുഷ് സ്നേഹയുടെ അടുത്തേക്ക് ചെന്ന് ഫോൺ തരാനായി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ധനുഷ് ഫോൺ വാങ്ങി സ്പീക്കറിലിടുമ്പോഴാണ് ഹരീഷ് വീണ്ടും സ്നേഹയോട് ഉമ്മ ചോദിക്കുന്നത്. തുടർന്ന് കോൾ കട്ട് ചെയ്തതിനു ശേഷം ധനുഷ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അല്ല, തന്നോട് ഇത്ര അധികാരത്തോടെ ഉമ്മ ചോദിക്കാനും മാത്രം ഇവൻ ആരാ? ധനുഷ് ദേഷ്യപ്പെടരുത്, കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാമെന്ന് സ്നേഹ പറയുമ്പോൾ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് ഹരീഷിനെയാണ്. ഷേ, എന്നാലും അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. ഞാൻ കാണിച്ചത് മഹാ ബോറൻ പരിപാടി തന്നെ ആയിപ്പോയി. ആകെ നാണക്കേടായി. അവൾക്ക് ഒരു സോറി മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹരീഷ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഹാളിലേക്ക് അർച്ചനയും സച്ചിയും വരുമ്പോൾ തന്നെ പിന്നാലെ തന്നെ സന്ദീപും ആതിരയും വരുന്നു. അവർക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കുകയാണ് സ്നേഹ. അതേസമയം തന്നെയാണ് ധനുഷും താഴേക്കിറങ്ങി വരുന്നത്. എനിക്ക് നിങ്ങളോടെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് ധനുഷ് പറയുമ്പോൾ, അതിനാണോ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ വിളിച്ച് നിർത്തിയതെന്ന് സന്ദീപ് ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, അതെ, എന്റെയും സ്നേഹയുടെയും ഇടയ്ക്ക് വലിയൊരു പ്രശ്നം തന്നെയുണ്ട്. അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല. എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും തുറന്നു പറ, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് സന്ദീപ് പറയുന്നു. എന്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ച് മറ്റാരും എന്റെ ഭാര്യയോട് ഉമ്മ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു കാമുകനുണ്ട്. ഇതിനേക്കാൾ വ്യക്തമായി പറയാൻ എനിക്കറിയില്ല. ഞാനെല്ലാം അർച്ചനടുത്തിയോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏട്ടത്തി പറയുമെന്നും ധനുഷ് വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നു. അതേസമയം എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ് സ്നേഹ. ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അനഘ ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്താ സ്നേഹേ ഇവൻ ഈ പറയുന്നതെന്ന് സന്ദീപ് ചോദിക്കുമ്പോ, കേട്ടതെല്ലാം സത്യമാണോ എന്ന് സച്ചിയും ചോദിക്കുന്നു. എന്തൊരു നാണക്കേടായത്, നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നാട്ടുകാർ ഇനി എന്തൊക്കെ പറയും? ഇതൊക്കെ അച്ഛനറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നും സന്ദീപ് ദേഷ്യത്തോട് ചോദിക്കുന്നു. നാട്ടുകാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ ധനുഷിനോട് ചെയ്തത് എന്ത് വലിയ തെറ്റാണെന്ന് നിനക്കറിയാമോ? നിന്നെ അടിച്ചാണ് ശരിയാക്കേണ്ടതെന്ന് സച്ചി ദേഷ്യത്തോട് പറയുന്നു. എന്റെ ദൈവമേ, നീ എന്നെ ചതിച്ചോ? ഇന്ന് പാവം സ്നേഹയെ എല്ലാവരും കൂടി കൊല്ലും. തുടർന്ന് അർച്ചന പറയുകയാണ്, എല്ലാ കാര്യവും ഞാൻ പറയാം, ഇവൾക്കുള്ള ശിക്ഷ നിങ്ങൾ തന്നെ വിധിച്ചാൽ മതി. ധനുഷ് പറഞ്ഞതൊക്കെ സത്യമാണ്. ഇവൾക്ക് ഒരു പയ്യനായിട്ട് പ്രേമമുണ്ട്. ഇടയ്ക്കിടെ ധനുഷ് ഉറങ്ങി കഴിയുമ്പോൾ രാത്രിയിൽ ഇവള് ആ പയ്യനുമായിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒരു ഭർത്താവെന്ന രീതിയിൽ ഇവനിത് സഹിക്കാൻ സാധിക്കില്ലെന്നും ഡിവോഴ്സ് വേണമെന്നുമാ പറയുന്നത്. ഇന്ദീശ്വര, ചതിച്ചു. ധനുഷ് എല്ലാം കൈയോടെ പിടിച്ചു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക എന്ന് അനഘ മനസ്സിൽ പറയുന്നു. മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. എനിക്കിനി ഇവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല. സ്നേഹെ, ഇങ്ങനെയൊന്നുമല്ല ഞാൻ നിന്നെക്കുറിച്ച് വിചാരിച്ചത്. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ സ്നേഹിച്ചത്. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. തുടർന്ന് സന്ദീപ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, സത്യം പറയടി, ഈ കേട്ടതൊക്കെ നേരാണോ? നേരാണെന്നോ? ആ പയ്യൻ ഇന്നലെ ഇവളോട് ഫോണിൽ കൂടി ഉമ്മ ചോദിക്കുന്നത് ഞാനല്ലേ കേട്ടത്? വീണ്ടും സന്ദീപ് സത്യമാണോടി എന്ന് ചോദിക്കുമ്പോൾ സത്യമാണെന്ന് സ്നേഹ പറയുന്നു. ധനുഷെ, അവൻ ആരാണെങ്കിലും അവന്റെ കൈയും കാലം തല്ലിയൊടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് സന്ദീപ് പറയുമ്പോൾ ധനുഷ് ചോദിക്കുകയാണ്, അവന്റെ കൈയും കാലം തല്ലിയൊടിച്ചിട്ട് എന്താ കാര്യം? ഇവള് അങ്ങോട്ടേക്ക് വിളിക്കില്ലേ? നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാടി വിവാഹം കഴിച്ചത്? എന്നിട്ടും ഇവനെ ചതിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് സച്ചി ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതെ, ഇതൊരു ചെറിയ കാര്യമല്ല. അവന്തികടത്തിന്റെ കാര്യത്തില് നന്ദേട്ടൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് സന്ദീപ്. വേണ്ട സന്ദീപെ, സ്നേഹയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനഘ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സ്നേഹ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പയ്യനെ പ്രേമിച്ചത് സ്നേഹയല്ല, ഞാനാണ്. എനിക്ക് വേണ്ടി ആൾമാറാട്ടം കളിച്ച് അവനെ പോയി കണ്ടു എന്നുള്ളത് മാത്രമാണ് സ്നേഹ ചെയ്ത തെറ്റ്. വേണ്ടി പോകരുത്, നീ ഇവളെ രക്ഷിക്കാനൊന്നും നോക്കണ്ട എന്ന് സന്ദീപ് പറയുമ്പോ സച്ചിയും സ്നേഹയോട് ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറയുന്നു. തുടർന്ന് ഞാനെല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മുതൽ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുകയാണ് അനഘ. ഇവള് പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോ അതേ എന്ന് സ്നേഹ പറയുന്നു. മിണ്ടാപ്പൂച്ച കലമടക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അത് കാണാനും സാധിച്ചു. ഇവൾക്ക് ഇതിനുള്ള ധൈര്യമൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് സച്ചി ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് അനഘ. നീ കാരണം ഇപ്പോ നിന്റെയും സ്നേഹയുടെയും കൂടി ജീവിതം തകർന്നേനെയെന്ന് സച്ചി ദേഷ്യത്തോടെ പറയുന്നു. നിന്റെ പ്രേമവും മണ്ണാങ്കട്ടയൊന്നും ഇവിടെ നടക്കില്ല. അർച്ചനടുത്ത് പറ, ഇവൾക്ക് എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടതെന്ന് സന്ദീപ് ദേഷ്യത്തോടെ ചോദിക്കും. ഇവളെ ഇനി വീട്ടിൽ താമസിപ്പിക്കണ്ട എന്നാണ് എന്റെ തീരുമാനം. നീ കൈയോടെ തന്നെ നിന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ.
നിങ്ങൾക്ക് നനക കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.